നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ഓക്കെ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്താണ് റെപ്ലിക്കേഷൻ എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുള്ളതാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, എന്തായാലും റെപ്ലിക്കേഷൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്ത്? DNA-യിൽ നിന്നും DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് RNA-യിൽ നിന്നും പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് DNA-യിൽ നിന്നും എങ്ങനെയാണ് RNA ഉണ്ടാകുന്നതെന്നാണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നത് ഇതാണ്. Transcription is a process of formation of RNA over the template of DNA. DNAയുടെ ടെംപ്ലേറ്റിൽ നിന്നും, ഇമ്പോർട്ടൻ്റ് ആണ്, DNAയുടെ ടെംപ്ലേറ്റിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റും കൂടെ ഞാൻ വായിച്ചിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ക്രിയേറ്റ്സ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. ഉണ്ടാകുന്ന RNA എങ്ങനെയായിരിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും. Which has a coded information similar to the sense or coding strand. Coding strand അഥവാ സെൻസ് സ്ട്രാൻഡിൻ്റെ അതേ സിമിലർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മുടെ RNA സീക്വൻസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, വിത്ത് ദി എക്സെപ്ഷൻ ദാറ്റ് T is known as thymine. Thymine is replaced by uracil. തൈമിൻ്റെ സ്ഥാനത്ത് ആര് വരും? യുറാസിൽ വരും. കാരണം നമുക്കറിയാം RNA-യിൽ തൈമിന് പകരമുള്ളത് ആരാണ്? യുറാസിലാണ്. ഇത് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ DNA-യുടെ 2 സ്ട്രാൻഡുകളാണെന്ന് ഓർക്കുക. ഞാൻ വരച്ചിരിക്കുന്നത് നമ്മുടെ DNA-യുടെ 2 സ്ട്രാൻഡുകളാണ്. ഓക്കെ, ആ സ്ട്രാൻഡ് പ്രത്യേകത എന്താണ്? ഇത് രണ്ടും ആൻറ്റി പാരലലാണ് അല്ലേ? എന്ന് വെച്ചാൽ ഒന്ന് 3-5' ഡയറക്ഷനിലാണെങ്കിൽ മറ്റേത് 5-3' ഡയറക്ഷനിലായിരിക്കും അല്ലേ? ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞാണ് കിടക്കുന്നത്. ഇത് ഞാൻ നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇതിൽ റെപ്ലിക്കേഷനിൽ 2 സ്ട്രാൻഡുകളും റെപ്ലിക്കേഷനിൽ എങ്ങനെയായിരുന്നു? 2 സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് 2-ൽ നിന്നും DNA സിന്തസൈസ് നടക്കുമായിരുന്നു. പക്ഷേ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ട്രാൻസ്ക്രിപ്ഷനിൽ 2 സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ഒരു സ്ട്രാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇനി ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാത്ത സ്ട്രാൻഡിനെയാണ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് പറയാം. നമ്മുടെ 3' 5' എന്നുള്ള ഇതുണ്ടല്ലോ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിനാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 5-3' ഡയറക്ഷനുള്ള സ്ട്രാൻഡിലെ ഇതിനെയാണ് നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ വേറൊരു പേരും കൂടെ പറയും, ആൻറ്റിസെൻസ് സ്ട്രാൻഡ്. ആൻഡ് ഈ കോഡിംഗ് സ്ട്രാൻഡിനെ നമ്മൾ പറയും സെൻസ് സ്ട്രാൻഡ്. ഓക്കെ, ഇനി ഞാൻ ഈ 2 സ്ട്രാൻഡിനും ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? ആ ബേസ് സീക്വൻസ് ഞാൻ എഴുതാൻ പോവാണ്. ബേസ്. ഓക്കെ, ഇതിന് ഞാനിപ്പം A T C G A C C G C എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ ആൻറ്റി പാരലായിട്ടുള്ള DNA സ്ട്രാൻഡിൽ എങ്ങനെയായിരിക്കും? ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസസ് ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ A ആണെങ്കിൽ എന്ത് വരും? T വരും. കാരണം DNA അല്ലേ, അപ്പോൾ തൈമിനുണ്ട്. ഓക്കെ, T ആണെങ്കിൽ A വരും, C ആണെങ്കിൽ G വരും, G ആണെങ്കിൽ C വരും, A ആണെങ്കിൽ T വരും, C ആണെങ്കിൽ G വരും, വീണ്ടും G, പിന്നെ C, പിന്നെ G. ഇങ്ങനെയായിരിക്കും സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 DNA സ്ട്രാൻഡിൻ്റെയും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു
ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഒരു സ്ട്രാൻഡിൽ നിന്ന് മാത്രമായിരിക്കും, 2 സ്ട്രാൻഡിൽ നിന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഏത് സ്ട്രാൻഡിലായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? ടെംപ്ലേറ്റ് സ്ട്രാൻഡിലായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പോൾ RNA ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ RNA സിന്തസിസ് ഉണ്ടാകും, RNA സിന്തസിസ് നടക്കുന്നത്, RNA സിന്തസൈസ്ഡ് ആവുന്നത് ഏത് സ്ട്രാൻഡിലായിരിക്കും? ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നായിരിക്കും. അപ്പോഴേക്കും ഞാൻ ഇനി RNA വരയ്ക്കാവേ. അപ്പം RNA ഉണ്ടാവുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിലായിരിക്കും. എന്തുകൊണ്ടാണ് RNA ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഉണ്ടായെന്നറിയാവോ? കാരണം RNA സിന്തസിസ് നടക്കുന്നത് എപ്പോഴും 5' to 3' ഡയറക്ഷനിലായിരിക്കും. അപ്പോഴേക്കും ഇവിടെ 3' ഉണ്ടാകുമ്പോൾ ഈ ഉണ്ടാകുന്ന RNA എങ്ങനെയായിരിക്കും? 5' to 3' ആയിരിക്കും. ഇത് ആൻറ്റി പാരലായിട്ടാണ് ഉണ്ടാകുന്നത്. സോ 5' to 3' ഡയറക്ഷനിലേക്ക് RNA സിന്തസിസ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് എന്താണ് എപ്പോഴും ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3' 5' ഡയറക്ഷൻ വരാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി RNAയിൽ ഉണ്ടാകുന്ന സീക്വൻസ് എങ്ങനെയായിരിക്കും? ഇതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്ത് വരും? U വരും അല്ലേ? എന്തുകൊണ്ടാണ് U വരുന്നത്? കാരണം RNA സ്ട്രാൻഡാണ് ഉണ്ടായത്. RNAയിൽ എന്തില്ല? തൈമിനില്ല, പകരം യുറാസിലാണ്. ഓക്കെ, അപ്പോൾ അഡിനിൻ RNAയിൽ യുറാസിലായിട്ടാണ് പെയർ ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ തൈമിനാണെങ്കിൽ അഡിനിൻ വരും അല്ലേ? ഞാൻ അത് വരച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സീക്വൻസ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, എഴുതിയിരിക്കുന്നത് UAGC UGGCG ഇങ്ങനെ ഞാൻ അതിൻ്റെ സീക്വൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ നമുക്കുണ്ടായ പുതിയ RNAയിലെ സീക്വൻസും ഈ കോഡിംഗ് സ്ട്രാൻഡിലെ സീക്വൻസായിട്ട് നോക്കിക്കേ, ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ U ആണെങ്കിൽ ഇവിടെ T ആണ് അല്ലേ? T വന്ന സ്ഥലത്ത് U ആണ്. ഓക്കെ, ബാക്കിയെല്ലാം നോക്കിക്കേ, A GG CC വീണ്ടും T വന്ന സ്ഥാനത്ത് U ആണ്. ഓക്കെ, ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെയും GG CC GG. അപ്പോഴേക്കും കോഡിംഗ് സ്ട്രാൻഡിലെ സിമിലർ ആയിട്ടുള്ള സീക്വൻസ് തന്നെയാണ് നമുക്ക് പുതിയതായിട്ടുണ്ടായ RNA സ്ട്രാൻഡിലും നമുക്ക് കിട്ടിയത്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, തൈമിനെ റീപ്ലേസ് ചെയ്ത് ആര് വന്നു? യുറാസിൽ വന്നു. ആ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കി കോഡിംഗ് സ്ട്രാൻഡ് എന്താണോ അത് തന്നെയാണ് എവിടെയും കിട്ടിയത്, നമുക്ക് RNA സ്ട്രാൻഡിലുള്ള ബേസസും കിട്ടിയത്. എന്താണ് സെക്കൻഡ് പോയിന്റിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇറ്റ് ക്രിയേറ്റ്സ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വിച്ച് ഹാസ് എ കോഡഡ് ഇൻഫോർമേഷൻ സിമിലർ ടു ദ സെൻസ് ഓർ കോഡിംഗ് സ്ട്രാൻഡ് ഓഫ് DNA with the exception that thymine is replaced by uracil. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡിൽ എന്ത് ഇൻഫോർമേഷനാണ് ഉണ്ടായത് ആ സിമിലർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെയാണ് നമുക്ക് പുതിയ RNA സ്ട്രാൻഡിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഒരേ ഒരു എക്സെപ്ഷനേ ഉള്ളൂ. എന്താണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്? തൈമിനെ റീപ്ലേസ് ചെയ്ത് യുറാസിൽ വന്നു. കാരണം RNA സ്ട്രാൻഡാണ്, അവിടെ തൈമിൻ ഇല്ല, പകരം അവിടെ അഡിനിൻ പെയർ ചേരുന്നത് ആരുമായിട്ടാണ്? യുറാസിലുമായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പോയിന്റിലേക്ക് പോകാം. In transcription, only a segment of DNA and only one of the strand is copied into RNA. തേർഡ് പോയിന്റിൽ പറയുന്നത്, ഇപ്പം നമ്മളുടെ DNA എന്ന് പറയുന്നത് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു നല്ല ലെങ്തിൽ കിടക്കുന്ന ഒരു ഇതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ആ DNA മൊത്തത്തോടെയല്ല ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകുന്നത്, പകരം സെഗ്മെൻ്റാണ്. ഇപ്പം ഈ ഒരു ചെറിയ സെഗ്മെൻ്റ് ഉണ്ടോ, ഈ ഒരു ചെറിയ സെഗ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ക്രിപ്ഷന് പങ്കെടുക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA ആണ് ട്രാൻസ്ക്രിപ്ഷന് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ആ സെഗ്മെൻറ്റ് ഓഫ് DNAയിലെ ഒരു സ്ട്രാൻഡ് മാത്രമേ, ഒന്നെങ്കിൽ ഈ സ്ട്രാൻഡ് ആകാം അല്ലെങ്കിൽ ഈ സ്ട്രാൻഡ് ആകാം, ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? RNA സിന്തസിസ് നടക്കത്തുള്ളൂ. അപ്പോൾ തേർഡ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓൺലി എ സെഗ്മെൻറ്റ് ഓഫ് DNA ആൻഡ് ഓൺലി വൺ ഓഫ് ദ സ്ട്രാൻഡ് ഈസ് കോപ്പീഡ് ഇൻ ടു RNA. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? ഇഫ് ബോത്ത് സ്ട്രാൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് they would code for RNA molecules with different sequence, and in turn if they code for proteins, the sequence of amino acid in the protein would be different.
ഇനി അവർ പറയുകയാണ്, ഇനി നമ്മുടെ രണ്ട് സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് റെപ്ലിക്കേഷൻ പോലെ എങ്കിൽ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് പറയുന്നത്, ഓക്കെ, ഇപ്പം ഇതും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും എന്ത് സംഭവിക്കും? RNA സിന്തസിസ് നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ നടക്കില്ല, RNA സിന്തസിസ് ഉണ്ടായിന്ന് സപ്പോസ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസ് സീക്വൻസ് എങ്ങനെയായിരിക്കും? ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഇത് T ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? A ഉണ്ടാവും. A ആണെങ്കിൽ U, C, G. T ആണെങ്കിൽ A, G ആണെങ്കിൽ C. ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കിക്കേ, രണ്ടുപേരും ടെംപ്ലേറ്റഡ് ആക്ട് ചെയ്തപ്പോൾ രണ്ടുപേരും RNA സിന്തസൈസ് ചെയ്തു. അപ്പോഴേക്കും 2 RNA വന്നപ്പോൾ ആ 2 RNAയിലെയും ബേസ് സീക്വൻസ് രണ്ടും 2 ആണ്. നോക്കി, ഇവിടെ ഈ 5'3' ഞാൻ എഴുതിയിരിക്കുന്നതാണെങ്കിൽ UAGCU, GGCG എന്നാണെങ്കിൽ ഇവിടെ നോക്കിയേ AUCGACCGC എന്നാണ്. അപ്പോൾ ഈ സീക്വൻസും രണ്ടും 2 ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ടും 2 സീക്വൻസ് വരുമ്പോഴേക്കും രണ്ടും 2 പ്രോട്ടീൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. അപ്പം ഒരേ DNA സെഗ്മെൻറ്റിൽ ഒരു DNA സെഗ്മെൻറ്റിൽ നിന്ന് 2 പ്രോട്ടീനുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ആ ജനറ്റിക് ഇൻഫോർമേഷനെ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കും. ഓക്കെ, അപ്പോഴേക്കും അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഒരു സ്ട്രാൻഡ് മാത്രം ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇപ്പോൾ 2 സ്ട്രാൻഡ് ടെംപ്ലേറ്റഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു DNA സെഗ്മെൻറ്റ് തന്നെ 2 തരം പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഇതിലെ സീക്വൻസുകൾ ഡിഫറെൻ്റ് ആണ്. ദെയർഫോർ ഇവർ തരുന്ന അമിനോ ആസിഡ് അല്ലെങ്കിൽ ഇവർ തരുന്ന പ്രോട്ടീനും 2 തരത്തിലുള്ള പ്രോട്ടീൻ ആയിരിക്കും. അപ്പം ഒരു സെഗ്മെൻറ്റ് തന്നെ 2 പ്രോട്ടീനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ ജനറ്റിക് ഇൻഫോർമേഷനെ എന്ത് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ആക്കും. അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് റീസൺ എന്താണെന്ന് നോക്കാം. ഈ 2 സീക്വൻസുകൾ നോക്കിക്കേ, ഈ RNAയുടെയും ഈ RNAയുടെയും ഇത് രണ്ടുപേരും കോംപ്ലിമെൻ്ററി അല്ലേ? AUAGCCG ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ്, ഐഡൻറ്റിക്കൽ അല്ല. പകരം അവരെന്താണ്? കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ബേസ് പെയറിങ് നടക്കും, അല്ലേ? അവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അങ്ങനെ അവർ തമ്മിൽ ബേസ് പെയറിങ് നടക്കും. അങ്ങനെ ബേസ് പെയറിങ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറുവാണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. അപ്പം ഈ ട്രാൻസ്ക്രിപ്ഷൻ തന്നെ നോൺ ഫങ്ഷണലായി മാറും. ഈ 2 റീസൺ, ഇങ്ങനെയുള്ള 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം നടക്കുന്നത്. കാരണം 2 സെഗ്മെൻറ്റിൽ നിന്ന് നടന്നാൽ ഒന്നെങ്കിൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 2 രീതിയിലുള്ള പ്രോട്ടീൻസ് വരും. അപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ സിംഗിൾ സ്ട്രാൻഡിൽ നിന്ന് മാത്രം നടക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇവിടെ 4, 5, 6 പോയിൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 4ാമത്തെ പോയിൻറ്റ് വായിച്ചതാണ്. ഇനി 5ാമത്തെ 6ാമത്തെ പോയിൻറ്റ് വായിക്കാം. Hence, one segment of DNA coding for 2 different proteins, and this would complicate the genetic information transfer machinery. The two RNA molecules, if produced simultaneously, would be complementary to each other, hence would form double-stranded RNA. This prevent RNA from being translated into proteins. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്നാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. The segment of DNA which takes part in transcription is called transcription unit. Transcription unit എന്ന് പറഞ്ഞാൽ എന്താണ്? DNAയുടെ ഏത് സെഗ്മെൻ്റ് ആണോ ട്രാൻസ്ക്രിപ്ഷന് പങ്കെടുക്കുന്നത് ആ ഭാഗത്തെയാണ്, അല്ലെങ്കിൽ ആ യൂണിറ്റിനെയാണ്, സെഗ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി, ഞാൻ നേരത്തെ വരച്ചതാണ്. ഇത് വലിയൊരു DNA ആണെങ്കിൽ ആ DNAയുടെ ഒരു സെഗ്മെൻറ്റിൽ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ആ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് പ്രധാനമായി 3 റീജിയൻസ് ആണുള്ളത്. 1 പ്രൊമോട്ടർ, 2 സ്ട്രക്ചറൽ ജീൻ, 3 ടെർമിനേറ്റർ. ഓക്കെ, അപ്പോഴേക്കും നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ഇനി ഞാൻ DNA-യുടെ 2 ഫ്രാഗ്മെൻറ്റുകൾ വരയ്ക്കാൻ 2 സ്ട്രാൻഡുകൾ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ 2 സ്ട്രാൻഡ് വരച്ചിരിക്കുകയാണ്. രണ്ടും ആൻറ്റി പാരലാണ്. സോ ഇത് ഞാൻ 3'5' ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 5' 3' ആയിട്ടെടുത്തു. ഓക്കെ, അപ്പോഴേക്കും 3' to 5' വരില്ലേ, ഇതിനെയാണ് ഞാൻ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് എടുക്കുന്നത്. ഇതെന്താണ്? എൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്. ഓക്കെ, മൈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ ഇതെന്തായിരിക്കും? കോഡിങ് സ്ട്രാൻഡ്. കോഡിങ് സ്ട്രാൻഡിന് കോഡിങ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്നല്ല RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ പേര് കോഡിങ് സ്ട്രാൻഡ് എന്നാണ്. ഓക്കെ, അപ്പോഴേക്കും ഇനി നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3 മേജർ റീജിയൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ 3 മേജർ റീജിയൻസ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊമോട്ടർ. ഓക്കെ, അപ്പം പ്രൊമോട്ടർ റീജിയൻ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 5' എൻഡിലായിരിക്കും. നമ്മളെപ്പോഴും റെഫറൻസ് എടുക്കുന്നത് കോഡിങ് സ്ട്രാൻഡിൻ്റെ ബേസിസിലാണ്. നമ്മൾ എന്ത് റെഫറൻസ് പറയുന്നതും എന്തിൻ്റെ ബേസിസിലായിരിക്കും? കോഡിങ് സ്ട്രാൻഡിൻ്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പ്രൊമോട്ടർ എപ്പോഴും 5' എൻഡിലാണെന്നേ പറയുള്ളൂ. സ്ട്രക്ചറൽ ജീനിൻ്റെ 5' എൻഡിലാണ് പ്രൊമോട്ടർ എന്നേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഉള്ളതാണ് ടെർമിനേറ്റർ. ഇതിനെയാണ് ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും നടുക്ക് കാണുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, അപ്പം ഇതാണ് 3 റീജിയൻസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ്റെ 3 റീജിയൻസ് എന്ന് പറയുന്നത് ഇതാണ്: പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടർ എവിടെയായിരിക്കും കാണുന്നത്? സ്ട്രക്ചറൽ ജീനിൻ്റെ 5' എൻഡിലായിരിക്കും കാണുന്നത്. ആൻഡ് ടെർമിനേറ്റർ എവിടെയായിരിക്കും കാണുന്നത്? സ്ട്രക്ചറൽ ജീനിൻ്റെ 3' എൻഡിലായിരിക്കും കാണുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ റെഫറൻസ് എടുക്കുന്നത് ഏത് സ്ട്രാൻഡ് വെച്ചിട്ടായിരിക്കും? കോഡിങ് സ്ട്രാൻഡിൻ്റെ ബേസിസിലാണ് നമ്മൾ എപ്പോഴും റെഫറൻസ് എടുക്കുന്നത്. ഒരിക്കലും ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വെച്ചിട്ടല്ല നമ്മൾ റെഫറൻസ് എടുക്കുന്നത്, പകരം കോഡിങ് സ്ട്രാൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, സ്ട്രക്ചറൽ ജീനിൻ്റെ 5' എൻഡിൽ പ്രൊമോട്ടർ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കും അപ്പ് സ്ട്രീം എന്ന്. സോ പ്രൊമോട്ടർ എവിടെയാണ് കാണുന്നത്? അപ്പ് സ്ട്രീമിലായിരിക്കും കാണുന്നത്. ആൻഡ് ടെർമിനേറ്റർ സ്ട്രക്ചറൽ ജീനിൻ്റെ 3' എൻഡിൽ വരുന്നതുകൊണ്ട്, 3' എൻഡിൽ വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ഡൗൺ സ്ട്രീം. ഓക്കെ, ഇനി ഞാൻ വായിക്കുന്നത് ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. ഇൻ എ ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ്, the position of the promoter and terminator are crucial for defining coding and template strand. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ് കോഡിംഗ് സ്ട്രാൻഡ്, ഏതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഏറ്റവും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിൻ്റാണ് എന്താ? പ്രൊമോട്ടർ ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ടെർമിനേറ്റർ ഏത് പൊസിഷനിലാണെന്ന് ഉള്ളത്. ഓക്കെ, ഇഫ് പൊസിഷൻ ആർ റിവേഴ്സ്ഡ്, ഇനി നമ്മൾ ഈ പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും പൊസിഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ കോഡിംഗ് സ്ട്രാൻഡ് ബിക്കം ടെംപ്ലേറ്റ്. കോഡിംഗ് സ്ട്രാൻഡ് എന്താവും? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആവും. ആൻഡ് ടെംപ്ലേറ്റ് ബിക്കം കോഡിംഗ്. ടെംപ്ലേറ്റ് കോഡിംഗ് ആവും. എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. സപ്പോസ് ഞാൻ 2 സെഗ്മെൻറ്റ് വരയ്ക്കുകയാണ്. DNA സൈഡിൽ ഇത് 3' 5' 5' 3' ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ എടുത്ത പോലെ തന്നെ 3 5 5 3. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ പ്രൊമോട്ടർ ഉണ്ടല്ലോ, ആ പ്രൊമോട്ടർ ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് പ്രൊമോട്ടർ. ഇവിടെയാണ് ഞാൻ പ്രൊമോട്ടർ വരച്ചത്. അപ്പോഴേക്കും ഇതിലേതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഏതാണ് കോഡിംഗ് സ്ട്രാൻഡ്?
അപ്പോൾ എന്ത് സംഭവിക്കും? ഇതായിരിക്കും ഇവിടുത്തെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഇതായിരിക്കും കോഡിംഗ് സ്ട്രാൻഡ്. എങ്ങനെ മനസ്സിലായി? കാരണം കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' എൻഡിൽ മാത്രമേ പ്രൊമോട്ടർ വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് 5' എൻഡിലാണ് പ്രൊമോട്ടർ വന്നെങ്കിൽ ഇതാണ് കോഡിംഗ് സ്ട്രാൻഡ്, ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ RNA സിന്തസിസ് നടക്കുന്ന എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ RNA സിന്തസിസ് നടക്കുന്നത് ഇത് 5' 3' ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, 5' to 3' നടക്കത്തുള്ളൂ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും എന്താ നടക്കുന്നത്? RNA സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ടെർമിനേറ്റർ എവിടെയായിരിക്കും വരുന്നത്? ഇവിടെ ആയിരിക്കും ടെർമിനേറ്റർ വരുന്നത്. ഇവിടെ ടെർമിനേറ്ററും വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അതാണ് ഏറ്റവും അവസാനത്തെ ആ സെൻറ്റൻസിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും അവസാനത്തെ സെൻറ്റൻസിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? In a transcription unit, the position of the promoter and terminator are crucial for defining coding and template strand. If position are reversed, then coding strand become template and template become coding. നേരത്തെ ആദ്യത്തെ നമ്മുടെ ഫിഗറിൽ ഓക്കെ ഇവിടെ പ്രൊമോട്ടർ വന്നു, അതുകൊണ്ട് ഇത് എന്തായിട്ട് ആക്ട് ചെയ്തു? ഇത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഇവിടെ ഇത് കോഡിംഗ് ആയിട്ട് ആക്ട് ചെയ്തു അല്ലേ? എന്നാലും നെക്സ്റ്റ് ഫിഗറിൽ ഞാൻ പ്രൊമോട്ടർ ഇവിടെ കൊടുത്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇത് കോഡിംഗ് ആയി, ഇത് ടെംപ്ലേറ്റ് ആയി. അതാണ് റിവേഴ്സ് ആയെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ ഓരോരോ സ്ട്രക്ചർ നമ്മൾ നോക്കി. പ്രൊമോട്ടർ എന്താണ്, സ്ട്രക്ചറൽ ജീൻ എവിടെയാണ്, ടെർമിനേറ്റർ എവിടെയാണ് എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെ ഫങ്ഷനാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ജീനിലെ പ്രൊമോട്ടർ എന്തൊക്കെയാണ്, എന്ത് റോളാണ് വഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. Promoter region is a proximal area of transcription unit which provides sites for attachment of transcription factor and RNA polymerase. Both the strand involved as promoter, it is often called 5' end, though it is 3' end of the template strand. അപ്പം ഈ പ്രൊമോട്ടർ റീജിയനാണ് ഏറ്റവും പ്രോക്സിമൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് നമ്മുടെ RNA പോളിമറൈസ് എൻസൈം. അപ്പോൾ ഈ RNA സിന്തസിസ് ഉണ്ടാവുന്നുണ്ടല്ലോ, ഈ RNA സിന്തസിസ് ഉണ്ടാവുന്നത് RNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ RNA ചെയിൻ ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് അവിടെ എന്തായിരുന്നു ആക്ട് ചെയ്തത്? DNA പോളിമറൈസ് എൻസൈം ആയിരുന്നു അവിടെ എന്ത് റെപ്ലിക്കേഷന് വിധേയമാക്കുന്നതെങ്കിൽ ഇവിടെ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈം ആണ് ഇവിടെ എന്തിന് RNA സിന്തസിസിന് കാരണമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ആ RNA പോളിമറൈസ് എൻസൈം വന്ന് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ പ്രൊമോട്ടർ റീജിയണിലാണ്. അതുപോലെ തന്നെ RNA പോളിമറൈസിലെ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഫാക്ടറുണ്ട്, സിഗ്മ റോ ഫാക്ടേഴ്സുകളുണ്ട്. അതിലെ സിഗ്മ ഫാക്ടർ RNA പോളിമറൈസിലെ സിഗ്മ ഫാക്ടർ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ പ്രൊമോട്ടർ റീജിയണിലാണ്. അങ്ങനെ ചുമ്മാ ഒന്നും അല്ല ഇത് പോയി അറ്റാച്ച് ചെയ്യുന്നത്. പ്രൊമോട്ടർ റീജിയൻ എങ്ങനെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൊമോട്ടർ റീജിയണിൽ സ്പെസിഫിക് സ്ട്രക്ചറുണ്ട്. ഓക്കെ, AT റിച്ച് ആയിട്ടുള്ള, അത് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷേ AT അഡിനോസിൻ തൈമിൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഉണ്ട്. അതിന് നമ്മൾ എന്താണ് ഈ പ്രോക്യാരിയോട്സിൽ നമ്മൾ അതിന് ടാറ്റ ബോക്സ് എന്നാണ് പറയുന്നത്. അത് പ്രിബിനോവ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ പ്രിബിനോവ് ബോക്സ് എന്നും പറയാറുണ്ട്. അപ്പം ഈ ടാറ്റ ബോക്സ് അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ AT റിച്ച് മീൻസ് AT റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം റെക്കഗ്നൈസ് ചെയ്താണ് ഈ ഈ സിഗ്മ ഫാക്ടർ ചെന്ന് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊമോട്ടർ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ RNA പോളിമറൈസിലുള്ളൊരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഏരിയയാണ് പ്രൊമോട്ടർ റീജിയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രക്ചറൽ ജീൻ.
is the area of template strand that is involved in transcription or formation of RNA. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പ്രൊമോട്ടർ റീജിയനിൽ എന്താണ് ഇത് 5' എൻഡിലാണെന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ് റെഫറൻസ് നമ്മളെപ്പോഴും വെക്കുന്നത് കോഡിംഗ് സ്ട്രാൻഡിലാണ്. അപ്പോൾ കോഡിംഗ് സ്ട്രാൻഡ് 5' എൻഡിലായിരിക്കും. അതുകൊണ്ട് 5' എൻഡിലാണെന്നേ നമ്മൾ പറയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിലാണ്. ഓക്കെ, കാരണം ടെംപ്ലേറ്റും കോഡിങ്ങും രണ്ട് ആൻറ്റി പാരലായിട്ടാണ് കിടക്കുന്നത്. അപ്പം കോഡിംഗ് സ്ട്രാൻഡിൻ്റെ 5' ഉണ്ടെന്ന് പറയുമ്പോൾ അത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ എന്തായിരിക്കും 3' ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്ട്രക്ചറൽ ജീൻ. It is the area of template strand that is involved in transcription or formation of RNA. RNA ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഈ ഒരു റീജിയനിലാണ്. എവിടെയാണ്? ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ ഈ റീജിയനിലാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോഴേക്ക് ഇവിടെ നോക്കി, ഇത് പ്രൊമോട്ടറാണ്. അപ്പോൾ ഈ പ്രൊമോട്ടറിൽ വന്നാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ RNA പോളിമറേസ് അറ്റാച്ച് ചെയ്യുന്ന റീജിയനാണ് പ്രൊമോട്ടർ. അതിനുശേഷം ഈ സ്ട്രക്ചറൽ ജീനിലെ ഈ ഇത്രയും ഭാഗത്താണ് എന്ത് നടക്കുന്നത്? RNA സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ RNA ഉണ്ടാകുന്ന ആ സ്ഥലമാണെങ്കിൽ ഫോർമേഷൻ ഓഫ് RNA എവിടെയാണ് നടക്കുന്നത്? ഈ സ്ട്രക്ചറൽ ജീനിലാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഏരിയ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓർ ഫോർമേഷൻ ഓഫ് RNA. അവിടെ അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻവോൾവ് ആയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് റീജിയൻ ഈസ് ടെർമിനേറ്റർ. there is a site of attachment of rho factor. നമ്മൾ പ്രൊമോട്ടർ റീജിയനിൽ നമ്മൾ സിഗ്മ ഫാക്ടറാണ് പറഞ്ഞതെങ്കിൽ ടെർമിനേറ്റർ റീജിയനിൽ അവിടുത്തെ ഫാക്ടറിൻ്റെ പേരാണ് എന്ത്? റോ ഫാക്ടർ ഫോർ റിലീസ് ഓഫ് RNA പോളിമറൈസ്. ഈ റോ ഫാക്ടറിൽ എത്തുകയാണെങ്കിൽ പിന്നെ RNA പോളിമറൈസ് എന്ത് ചെയ്യും? അവിടുന്ന് റിലീസാവും. അപ്പം RNA പോളിമറൈസും അവിടുന്ന് റിലീസാവും, അതുപോലെ തന്നെ RNAയും അവിടുന്ന് പോകും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ടെർമിനേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ വെച്ച് RNA ടെർമിനേറ്റ് ചെയ്യണം, അവിടെ വെച്ച് നിൽക്കുകയാണ്. ഓക്കെ, RNA സിന്തസിസ് നിൽക്കുകയാണ്. ആ റീജിയനാണ് ടെർമിനേറ്റർ റീജിയൻ എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടനെ തന്നെ ഇറങ്ങും. ഇപ്പം ഞാൻ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഞാൻ ഇടുന്ന പാർട്ട് 1 ആണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യത്തെ 2 സെക്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ്റെ ആദ്യത്തെ 2 സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.